ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹിപ്നോട്ടിക് കൗൺസിലർ ആൻഡ് വെൽനസ് കോച്ച് അനു. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം ഭക്തിയാണ്. നമ്മിൽ പലരും പ്രപഞ്ചശക്തിയെ കൃഷ്ണനെന്നോ ശിവനെന്നോ ദേവിയെന്നോ ക്രിസ്തു എന്നൊക്കെ പറഞ്ഞ് ആരാധിക്കുന്നവരാണ്. അതിനായി ആരാധനാലയങ്ങളിൽ ഒരുപാട് ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം വഴിപാടും പൂജയും എല്ലാമായി നടക്കുന്നു. ജീവിതത്തിൽ ഇന്നേവരെ നേർഗതി പിടിക്കാതെ സങ്കടങ്ങളും ദുരിതങ്ങളുമായി കഴിച്ചുകൂട്ടാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മിൽ പലരും. എന്നാൽ നിങ്ങളൊന്നും മനസ്സിലാക്കണം, നമ്മളിന്ന് ആരാധനാലയങ്ങളിൽ കാണുന്ന ഭക്തി, വഴിപാടുകൾ, പൂജകളൊന്നും തന്നെ ഭക്തിയുടെ വിവിധ ഭാഗങ്ങളല്ല. ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാകൃത രൂപങ്ങളാണ് അവയിൽ പലതും. ഭക്തി എന്നാൽ അറിവോടെ നേരാവണ്ണം കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നതാണ്. എന്നിരുന്നാലും പ്രപഞ്ചശക്തിയെ നമ്മൾ ഒരു പ്രത്യേക രൂപത്തിലോ ഭാവത്തിലോ ആരാധിക്കുമ്പോൾ യൂണിവേഴ്സൽ എനർജി നമ്മിലേക്ക് പ്രവഹിക്കുന്നു. സൈക്കോളജിയിൽ ഇതിന് സൈക്കോസ്മോസിസ് എന്നാണ് പറയുന്നത്. ഉദാഹരണമായി, നിങ്ങൾ ശിവഭക്തനാണെന്നുണ്ടെങ്കിൽ ശിവനിലെ നിഷ്കളങ്കത നിങ്ങളിൽ പ്രവഹിക്കുന്നു. ശ്രീകൃഷ്ണ ഭക്തരാണെന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണനിലെ കാരുണ്യവും സഹജീവി സ്നേഹവും നിങ്ങളിൽ നിറയുന്നത് കാണാം. ദേവി ഭക്തരാണ് നിങ്ങളെങ്കിൽ മൈൻഡ് പവർ കൂടുതലുള്ളവരായിരിക്കും. ക്രിസ്തുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ യേശുദേവൻ്റെ ത്യാഗശീലവും നിങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നു. വിഗ്രഹത്തിൽ മാത്രം ഈശ്വരനെ കാണുന്നവരെ കപടഭക്തരെന്നും, വിഗ്രഹത്തിലും പുരോഹിതരിലും വിശുദ്ധ ഗ്രന്ഥങ്ങളിലും ഈശ്വരനെ കാണുന്നവരെ മധ്യമ ഭക്തരെന്നും, സകല ചരാചരങ്ങളിലും ഈശ്വരനെ കാണുന്നവരെ ഉത്തമ ഭക്തരെന്നും ഭാഗവതം തന്നെ പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഊഴമാണ്. ഇതിലേത് തരം ഭക്തനാണ് നിങ്ങൾ? കമന്റ് ചെയ്യും. അപ്പോൾ വീണ്ടും കാണുന്നത് വരയ്ക്കും നമസ്കാരം.